ചാപ്റ്റർ 2 റെസിഡൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. ഇതിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഉണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സെക്ഷൻ 6 വരുന്നത്, അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം സെക്ഷൻ 5 ആണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ വരുന്നത് ഓരോ പേഴ്സൺസിൻ്റെയും ആ ഒരു കൊല്ലത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ ഓരോ പേഴ്സൺസിൻ്റെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അവരുടെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ആണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽസ് ആണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. ഇൻഡിവിജ്വൽസിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് 2 കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. സോ എന്തൊക്കെയാണ് ബേസിക് കണ്ടീഷൻസ്? ബേസിക് കണ്ടീഷൻസിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ദ ഇയർ ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 182 ഡേയ്സ്. അതായത് ഒരു പെർട്ടിക്കുലർ പ്രീവിയസ് ഇയറിൽ ആ ഒരു പേഴ്സൻ്റെ സ്റ്റേ ഇൻ ഇന്ത്യ മോർ ദൻ ഓർ ഈക്വൽ ടു 182 ഡേയ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ വരുന്നത് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ദ ഇയർ ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡേയ്സ് ആൻഡ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 4 ഇയേഴ്സ് ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 365 ഡേയ്സ്. സോ സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ 2 കണ്ടീഷൻസ് ആണ് പിന്നെ വരുന്നത്. അതിൽ ഒരു പേഴ്സൺ സ്റ്റേ ഇൻ ഇന്ത്യ മോർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡേയ്സ്, അതായത് ഒരു പ്രീവിയസ് ഇയറിൽ ആ ഒരു പേഴ്സൻ്റെ സ്റ്റേ മോർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡേയ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് എന്നാണ് വരുന്നത്, അതുകൊണ്ട് അഡീഷണൽ കണ്ടീഷനാണ് ആൻഡ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 4 ഇയേഴ്സ്, കഴിഞ്ഞ ഈ പ്രീവിയസ് ഇയറിനേക്കാൾ മുന്നുള്ള 4 കൊല്ലങ്ങളിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 365 ഡേയ്സ് സ്റ്റേ ഉണ്ടാവണം. സോ ഒന്നുകൂടിയും പറയാം, സെക്കൻഡ് ബേസിക് കണ്ടീഷനിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പ്രീവിയസ് ഇയറിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡേയ്സ് സ്റ്റേ ഇൻ ഇന്ത്യ വേണം. അതുപോലെ തന്നെ ആ ഒരു പ്രീവിയസ് ഇയറിനേക്കാൾ തൊട്ട് മുന്നുള്ള 4 ഇയേഴ്സിൽ സ്റ്റേ മോർ ദാൻ ഓർ ഈക്വൽ ടു 365 ഡേയ്സ് ആയിരിക്കണം. ഇനി നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക് കണ്ടീഷൻ പോലെ തന്നെ അഡീഷണൽ കണ്ടീഷൻസും 2 തന്നെയാണ്. അപ്പോൾ ആദ്യത്തേത് റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ മോർ ദാൻ ഓർ ഈക്വൽ ടു 2 ഔട്ട് ഓഫ് 10 ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നുള്ള 10 കൊല്ലങ്ങളിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇയേഴ്സ് എങ്കിലും ആ ഒരു പേഴ്സൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അപ്പോൾ ഒന്നുകൂടി പറയാം, ഈ ഒരു പേഴ്സൺ പ്രീവിയസ് ഇയറിനേക്കാൾ തൊട്ട് മുന്നുള്ള 10 കൊല്ലം, ആ 10 കൊല്ലം എടുക്കുക. ആ 10 കൊല്ലങ്ങളിൽ ഏതെങ്കിലും 2 കൊല്ലമെങ്കിലും, മിനിമം 2, മോർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനിമം 2 കൊല്ലമെങ്കിലും റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അതാണ് നമ്മുടെ അഡീഷണൽ കണ്ടീഷനിൽ ആദ്യത്തെ അഡീഷണൽ കണ്ടീഷൻ. ഓക്കെ, അടുത്ത അഡീഷണൽ കണ്ടീഷൻ ഈസ് സ്റ്റേ ഇൻ ഇന്ത്യ ഇൻ 7 ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഇയേഴ്സ് ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 730 ഡേയ്സ്. അതായത് ആ ഒരു പേഴ്സണിൻ്റെ പ്രീവിയസ് ഇയറിനേക്കാൾ തൊട്ട് മുന്നുള്ള 7 കൊല്ലത്തിൽ സ്റ്റേ ഇൻ ഇന്ത്യ മോർ ദാൻ ഓർ ഈക്വൽ ടു 730 ഡേയ്സ്, അതായത് 730 ഡേയ്സ് എങ്കിലും, മിനിമം 730 ഡേയ്സ് എങ്കിലും ആൾ സ്റ്റേ ഇൻ ഇന്ത്യ ആയിരിക്കണം. നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ആദ്യത്തേത് ഈ ഒരു പ്രീവിയസ് ഇയറിനേക്കാൾ തൊട്ട് മുന്നുള്ള 10 കൊല്ലങ്ങളിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇയേഴ്സ് എങ്കിലും ആ ഒരു പേഴ്സൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആയിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ ഈ പ്രീവിയസ് ഇയറിനേക്കാൾ തൊട്ട് മുന്നുള്ള 7 കൊല്ലങ്ങളിൽ സ്റ്റേ ഇൻ ഇന്ത്യ ഒരു മിനിമം 730 ഡേയ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് മോർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം 730 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 730യോ അതിൽ കൂടുതലോ ദിവസം സ്റ്റേ ഇൻ ഇന്ത്യ ആയിരിക്കണം. അങ്ങനെ നമ്മുടെ ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബേസിക് കണ്ടീഷൻസിൻ്റെയും അഡീഷണൽ കണ്ടീഷൻസിൻ്റെയും അടിസ്ഥാനത്തിൽ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തത് ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ റെസിഡൻ്റ് ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനാണ് ആ ഒരു പേഴ്സൺ, അതായത് ഇൻഡിവിജ്വൽ ഫുൾഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ റെസിഡൻ്റ് ആവാൻ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. അത് ആദ്യത്തേതും ആവാം, രണ്ടാമത്തേതും ആകാം. അപ്പോൾ ഇനി നമ്മൾ നോൺ റെസിഡൻറ്റ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു BC പോലും, അതായത് ബേസിക് കണ്ടീഷൻ പോലും ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ ആളെ നേരെ പിടിച്ച് നമുക്ക് നോൺ റെസിഡൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. സോ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ആൾ ഓട്ടോമാറ്റിക്കലി റെസിഡൻ്റ് ആവും. ഒരു ബേസിക് കണ്ടീഷൻ പോലും ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നോൺ റെസിഡൻ്റ് ആണ്. അടുത്ത കാറ്റഗറി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ROR. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ആ ഒരു ഇൻഡിവിജ്വൽ ആദ്യം തന്നെ റെസിഡൻ്റ് ആവണം. റെസിഡൻ്റ് ആവാൻ എന്ത് വേണം?
ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ് കൂടി ആവണമെങ്കിൽ 2 അഡീഷണൽ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യണം. 2 അഡീഷണൽ കണ്ടീഷനും ഫുൾഫിൽ ചെയ്യണം കേട്ടോ. ഒരു അഡീഷണൽ കണ്ടീഷൻ മാത്രം ഫുൾഫിൽ ചെയ്തിട്ട് കാര്യമില്ല. 2 അഡീഷണൽ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് അല്ലെങ്കിൽ ROR എന്ന് പറയുള്ളൂ. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, RNOR. അതായത് റെസിഡൻ്റ് ആണ് പക്ഷേ ഓർഡിനറിലി റെസിഡൻറ്റ് അല്ല. അപ്പോൾ ആദ്യം തന്നെ റെസിഡൻറ്റിൻ്റെ ആ ഒരു ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. പക്ഷേ 2 അഡീഷണൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നതിന് പകരം ഒരു അഡീഷണൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ ഒരാൾ RNOR ആയി മാറും. നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടാണ് നോക്കാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രം കൺസിഡർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ്. അതായത് 60 ഡേയ്സോ 365 ഡേയ്സോ വരുന്ന ഒരു കണ്ടീഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ അതായത് 182 ഡേയ്സ് കൺസിഡർ ചെയ്യുന്ന കണ്ടീഷൻ മാത്രമാണ് ഈ ഒരു സിറ്റുവേഷനിൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിവിജ്വൽ ലീവ്സ് ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഓർ ആസ് ക്രൂ ഇൻ ഇന്ത്യൻ ഷിപ്പ്. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? പുറത്തൊരു എംപ്ലോയ്മെൻറ്റിനാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ്, ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു. എന്തിനാണ് പോകുന്നത്? എംപ്ലോയ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ടാണോ ആൾ പോകുന്നത് എങ്കിൽ 182 ഡേയ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആ ഒരു സെക്കൻഡ് ബേസിക് കണ്ടീഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ആൻ ഇന്ത്യൻ സിറ്റിസൺ ഈസ് എംപ്ലോയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഹി വിസിറ്റ്സ് ഇന്ത്യ. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യക്ക് പുറത്താണ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത് ആൻഡ് അദ്ദേഹം ഇന്ത്യനെ വിസിറ്റ് ചെയ്യുന്നു എങ്കിൽ ബേസിക് കണ്ടീഷനിലത്തെ ഫസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, സെക്കൻഡ് കൺസിഡർ ചെയ്യേണ്ട. അങ്ങനെ 2 സിറ്റുവേഷൻസിലാണ് നമ്മൾ ബേസിക് കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ സിറ്റുവേഷൻസിലൊക്കെയും നമ്മൾ അറൈവൽ ഡേറ്റും ഇനി ഡിപ്പാർച്ചർ ഡേറ്റും കൂടി കൺസിഡർ ചെയ്യണം. പോകുന്നതും വരുന്നതുമായിട്ടുള്ള ഡേറ്റ്സ് രണ്ടും നമ്മൾ ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്യും. അത് കുറയ്ക്കാൻ പാടില്ല. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി നോക്കാം. ക്രൂ മെമ്പേഴ്സ് ഓഫ് ഫോറിൻ ബൗണ്ട് ഷിപ്പിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അതും ഡെസ്റ്റിനേഷൻ ഓഫ് വോയേജസ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഒരു ക്രൂ മെമ്പർ ഓഫ് ഫോറിൻ ബൗണ്ട് ഷിപ്പാണ്. അതുപോലെ തന്നെ ആ ഒരു ഷിപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ ഓഫ് വോയേജ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ആ ഒരു ക്രൂവിൻ്റെ ജോയിനിങ് ഡേറ്റ് ടു സൈനിങ് ഓഫ് ഡേറ്റ് നമ്മൾ ഡേയ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. സോ ആ പീരീഡ് ബിഗിനിങ് ഫ്രം ജോയിനിങ് ഡേറ്റ് ടു സൈനിങ് ഓഫ് ഡേറ്റ്, ആ ഒരു ടോട്ടൽ പീരീഡാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്. ആസ് ഡിക്ലെയർഡ് ഇൻ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്. കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ആ ഒരു പീരീഡ്, ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ജോയിനിങ് ഡേറ്റ് ടു സൈനിങ് ഓഫ് ഡേറ്റ്, അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതാണ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഇതുവരെ പറഞ്ഞു തീർത്തത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം കൂടി നോക്കാം. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിസിലാണ് ഓരോ പേഴ്സൻ്റെയും സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ, അതായത് പേഴ്സൺ ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ കമ്പനി ആവാം, HUF ആവാം, ഏത് പേഴ്സൺ വേണമെങ്കിലും ആവാം. പക്ഷെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇൻഡിവിജ്വലിൻ്റെ ആണ്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ഒരു ഇൻകം ആ ഇൻഡിവിജ്വലിന് കിട്ടുമ്പോൾ അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണോ അല്ലയോ, അതിൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളതാണ് ഈ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം വഴി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാറ്റഗറി ഓഫ് ഇൻകം നോക്കാം. അതായത് റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ റിലവൻറ്റ് പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് സച്ച് പേഴ്സൺ. അതായത് ഒരു പേഴ്സൺ സ്വയമോ അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് സച്ച് പേഴ്സണോ റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ അത് 3 കാറ്റഗറി പേഴ്സൺസ്, അതായത് ROR ഉണ്ട്, RNOR ഉണ്ട്, നോൺ റെസിഡൻ്റ് ഉണ്ട്. 3 കാറ്റഗറി പേഴ്സൺസിനും അത് ടാക്സബിൾ ആണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാറ്റഗറി നോക്കുകയാണെങ്കിലും സെയിം പോലെ തന്നെ എല്ലാവർക്കും ടാക്സബിൾ തന്നെയാണ്. ഏതാണ് രണ്ടാമത്തെ കാറ്റഗറി? അക്രൂസ് ഓർ അറൈസസ് ഓർ ഈസ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതും ഇൻ ഇന്ത്യ ആണ്. അക്രൂസ് ഓർ അറൈസസ് ഓർ ഈസ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, അതും 3 പേഴ്സൺസിനും ടാക്സബിൾ ആണ്. ഇപ്പം ഇനി ഈ 2 കാറ്റഗറീസും എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇനി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഇന്ത്യയിൽ റിസീവോ അല്ലെങ്കിൽ ഡീം ടു ബി റിസീവ്ഡോ ആയിട്ടുള്ള ഇൻകം, അതുപോലെ തന്നെ അക്രൂസ് ഓർ അറൈസസ് ഓർ ഇസ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണെങ്കിലും ഈ 2 കാറ്റഗറിയിലും ഈ 3 പേഴ്സൺസിനും ഇൻകം ടാക്സബിൾ ആണ്.
ഇനി മൂന്നാമത്തെ കാറ്റഗറി ആണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അക്രൂസ് ഓർ അറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതിൽ 2 കാറ്റഗറി ഉണ്ട്. ആദ്യത്തത് ഡിറൈവ്ഡ് ഫ്രം എ ബിസിനസ് കൺട്രോൾ ഫ്രം ഇന്ത്യ. അപ്പോൾ അക്രൂസ് ഓർ അറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ, അതും വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ RORനും RNORനും മാത്രമാണ് ടാക്സബിൾ ആയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഇൻകം അക്രൂസ് ഓർ അറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ RORനും RNORനും മാത്രമാണ് ടാക്സബിൾ. നോൺ റെസിഡൻറ്റിന് ബിസിനസ് കൺട്രോൾ ഫ്രം ഇന്ത്യ ആണെങ്കിൽ പോലും അത് നോൺ ടാക്സബിൾ ആണ്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ അക്രൂസ് ഓർ അറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ വേർ ദർ ഇസ് നോ ബിസിനസ് കണക്ഷൻ, അല്ലെങ്കിൽ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ എന്നുള്ളൊരു ഒരു പോയിന്റ് അവിടെ ഇല്ല, അത് കാറ്റഗറിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ RORന് മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ. ബാക്കി 2 കാറ്റഗറീസിനും അത് നോൺ ടാക്സബിൾ ആണ്. നമ്മൾ ഇതിൻ്റെ ഒരു സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ RORന് എല്ലാ ടൈപ്പ് ഓഫ് ഇൻകം, അതായത് വെദർ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഇൻസൈഡ് ഇന്ത്യ, അത് എന്തായാലും RORന് എല്ലാം ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അക്രൂ ഓർ അറൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡീം ടു അക്രൂ ഓർ അറൈസ്, അതുപോലെ തന്നെ റിസീവ്ഡ് ഓർ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ കിട്ടുന്ന ഇൻകം മൊത്തം നമ്മുടെ RORനും RNORനും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റിനും ടാക്സബിൾ ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. RORന് എല്ലാ ടൈപ്പ് ഇൻകം ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ഇൻകവും എല്ലാ കാറ്റഗറി പേഴ്സൺസിനും ടാക്സബിൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇൻകം അക്രൂഡ് ഓർ അറൈസ്ഡ് ഓർ ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, എന്തൊക്കെയാണ് നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇൻകം, അതായത് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ കിട്ടിയത്, ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ കിട്ടിയത് എന്നർത്ഥം. പക്ഷേ ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? നമുക്കറിയാം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ളപ്പോൾ ഇന്ത്യയിൽ വെച്ച് കിട്ടിയ ഇൻകത്തിനെയാണ് നമ്മൾ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? അപ്പോൾ 4 കാറ്റഗറീസ് ഓഫ് ഇൻകമാണ് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയപ്പെടുന്നത്. അതിലത്തെ ആദ്യത്തെ കാറ്റഗറിയാണ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു ദ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് ദ സാലറി ഓഫ് ദ എംപ്ലോയി. അതായത് ഒരു എംപ്ലോയിയുടെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് സാലറിയുടെ 12%-നേക്കാൾ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയും. ഒന്നുകൂടി പറയാം, ഒരു എംപ്ലോയിയുടെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് സാലറിയുടെ 12%-നേക്കാൾ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സസിനെയാണ് നമ്മൾ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ RPF ഓഫ് ദ എംപ്ലോയി വിച്ച് ഈസ് ഇൻ എക്സസ് ഓഫ് 9.5% പെർ ആനം. അതായത് ഈ എംപ്ലോയിയുടെ RPFിലേക്ക്, അതായത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അതിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് അത് 9.5% പെർ ആനത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഒരു എക്സസിന് നമ്മൾ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയും. ഒന്നുകൂടിയും പറയാം, എംപ്ലോയിയുടെ RPFിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് 9.5% പെർ ആനത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഇൻകം എന്ന് പറയുന്നത് ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ എനി അതർ എംപ്ലോയർ ഇൻ ദ പ്രീവിയസ് ഇയർ ടു ദ അക്കൗണ്ട് ഓഫ് എൻ എംപ്ലോയി അണ്ടർ എ നോട്ടിഫൈഡ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം റെഫേർഡ് ടു ഇൻ സെക്ഷൻ 80 CCD. അതായത് സെക്ഷൻ 80 CCD ഓഫ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഉള്ള പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂഷനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എംപ്ലോയറോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയും. ഒന്നുകൂടിയും പറയാം, സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും അത് എംപ്ലോയറോ ഒരു പ്രീവിയസ് ഇയറിൽ എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ സ്കീം 80 CCD പ്രകാരമുള്ള പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ ഇൻകം ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, അതായത്
any income accruing or arising to an assessee in any place outside India, whether directly or indirectly. അതായത് ഒരു പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പക്ഷേ ആൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇൻകം അക്രൂ ഓർ അറൈസ് ചെയ്യുന്നു, അതും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ത്രൂ ദ ഫോളോയിങ് കാറ്റഗറീസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതിലാദ്യം വരുന്നത് ഇൻകം ത്രൂ ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. അതായത് ഈ അസസി ഔട്ട്സൈഡ് ഇന്ത്യക്ക് ഒരു ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ വഴി ഇൻകം ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻകം വിച്ച് ഇസ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നു. ഇനി സെക്കൻഡ് കാറ്റഗറി എന്താണ്? ഇൻകം ഫ്രം എനി പ്രോപ്പർട്ടി, അസറ്റ് ഓർ സോഴ്സ് ഓഫ് ഇൻകം സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയോ അസറ്റോ അല്ലെങ്കിൽ വേറൊരു സോഴ്സോ വെച്ചിട്ട് ഒരു അസസി ഔട്ട്സൈഡ് ഇന്ത്യ അതായത് NRന് ഇൻകം ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അതും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നു. ഇനി ലാസ്റ്റ് കാറ്റഗറി എന്താണ്? ഈ ഒരു NRന് ഇൻകം ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എനി ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ളൊരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് NRനൊരു ഇൻകം ഡിറൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ അസറ്റാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതും ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയപ്പെടുന്നു. ഇനി ബിസിനസ് കണക്ഷനിലൂടെ ഡിറൈവ് ചെയ്യുന്ന ഇൻകം ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബിസിനസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷാൽ ഇൻക്ലൂഡ് എനി ബിസിനസ് ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട് ത്രൂ എ പേഴ്സൺ ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ നോൺ റെസിഡൻറ്റ്. നമ്മൾ പറയുന്നത് ഒരു അസസി ഔട്ട്സൈഡ് ഇന്ത്യ എന്ന ഒരു പേഴ്സണെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണ് ഇന്ത്യയിൽ ഒരു ബിസിനസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിലൂടെ കിട്ടുന്ന ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിലെ ബിസിനസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള പേഴ്സണ് വേണ്ടിയിട്ട് ഒരു ഏജൻ്റായിട്ട് ഒരു ആൾ വർക്ക് ചെയ്യുകയാണ്. ഏജൻറ്റ് മീൻസ് പേഴ്സൺ ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഴ്സൺ ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് നോൺ റെസിഡൻറ്റ് പേഴ്സൺ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് പറയാം. NR എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റെസിഡൻറ്റ്. സോ ഈ പേഴ്സൺ ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് NR ഷുഡ് ഹാവ് ദ ഫോളോയിങ് അതോറിറ്റി. അതിൽ ആദ്യത്തെ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാബിച്വലി കൺക്ലൂഡ് കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് NRന് വേണ്ടിയിട്ട് ഹാബിച്വലി കൺക്ലൂഡ് കോൺട്രാക്ട് എന്നുള്ളൊരു അതോറിറ്റി ഈ ഒരു പേഴ്സണ് വേണം. അതുപോലെ തന്നെ സെക്കൻഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റി ടു പ്ലേ പ്രിൻസിപ്പൽ റോൾ ടു കൺക്ലൂഡ് കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് NR. ഈ ഒരു കൺക്ലൂഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയിൽ ഈ ഒരു പേഴ്സണ് പ്രിൻസിപ്പൽ റോൾ പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാബിച്വലി മെയിൻറ്റെയിൻ ആൻഡ് ഡെലിവർ സ്റ്റോക്ക് ഓൺ ബിഹാഫ് ഓഫ് NRന് വേണ്ടിയിട്ട് ഹാബിച്വലി മെയിൻറ്റെയിൻ ആൻഡ് ഡെലിവർ സ്റ്റോക്ക് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഡെലിവർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു അതോറിറ്റി ഈ ഒരു പേഴ്സൺ വേണം. ഇനി ഫോർത്ത് കാറ്റഗറി എന്താണ്? ഹാബിച്വലി സെക്യൂർ ഓർഡർ ഇൻ ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് NR മെയിൻലി ഓർ ഹോളി ഇൻ ഇന്ത്യ. അതായത് NRന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഓർഡർ പിടിച്ചിട്ട് അത് നടത്തി കൊടുക്കുക എന്നുള്ളൊരു അതോറിറ്റി കൂടി ഈ ഒരു പേഴ്സണ് വേണം. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏജൻ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റസ് ആണെങ്കിൽ അത് ബിസിനസ് കണക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. ഇനി ബിസിനസ് കണക്ഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ഇന്ത്യ ഫോർ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ് കണക്ഷനായിട്ട് വരില്ല. ഇനി രണ്ടാമത്തെ കേസ് കളക്ഷൻ ഓഫ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇൻ ഇന്ത്യ ഫോർ ട്രാൻസ്മിഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ന്യൂസും വ്യൂസും കളക്ട് ചെയ്യുകയാണെങ്കിൽ അതും ബിസിനസ് കണക്ഷനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഷൂട്ടിംഗ് ഫിലിംസ് ഇൻ ഇന്ത്യ. ഇഫ് നോൺ റെസിഡൻറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ഹി ഷുഡ് ബി എ നോൺ റെസിഡൻറ്റ് ആൻഡ് നോൺ സിറ്റിസൺ. അതായത് ഒരു ഇൻഡിവിജ്വൽ ആണ് ഫിലിംസ് ഷൂട്ട് ചെയ്യുകയാണ് ഇന്ത്യയിൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ നോൺ റെസിഡൻറ്റും നോൺ സിറ്റിസണും ആയിരിക്കണം. ഇനി അതൊരു ഫേം ആണെങ്കിൽ അതിൽ പാർട്ട്നേഴ്സ് നോൺ റെസിഡൻറ്റും നോൺ സിറ്റിസണും ആയിരിക്കണം. ഇനി ഒരു കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് നോൺ റെസിഡൻറ്റും നോൺ സിറ്റിസണും ആയിരിക്കണം. അതാണ് മൂന്നാമത്തെ കാറ്റഗറി. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനി എൻഗേജ്ഡ് ഇൻ മൈനിങ് ഓഫ് ഡയമണ്ട് ടു ഡിസ്പ്ലേ അൺകട്ട് ഡയമണ്ട് ഇൻ ഇന്ത്യ. ഡയമണ്ട് മൈനിങ്ങിൽ എൻഗേജ് ചെയ്യുന്ന ഒരു ഫോറിൻ കമ്പനി അവർ അൺകട്ട് ഡയമണ്ട് ഇന്ത്യയിൽ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അതും ബിസിനസ് കണക്ഷനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. അൺകട്ട് ഡയമണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ നോട്ടിഫൈഡ് സോണിലാണ്. സോ സെക്ഷൻ 911 ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ദാറ്റ് ഈസ് ഇൻകം ഡിറൈവ്ഡ് ത്രൂ ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ. അടുത്തത് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 912 ആണ്. ദാറ്റ് ഈസ് സാലറീസ് ഇഫ് ഇറ്റ് ഈസ് ഏൺഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എംപ്ലോയ്മെൻറ്റ് സർവീസസ് ലൈക്ക് ഗ്രാറ്റുവിറ്റി, പെൻഷൻ, പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി എക്സെട്ര. സോ ഏതൊരു പേഴ്സണായാലും ആ ഒരാൾക്ക് ഇന്ത്യയിൽ സാലറി ഏൺ ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ സെക്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഗ്രാറ്റുവിറ്റി, പെൻഷൻ, പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി എക്സെട്ര അങ്ങനെയുള്ള പേയ്മെൻറ്റ്സ് കൂടി ഇതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇതും കൂടി നമ്മളുടെ ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാറ്റഗറിയാണ്.
ഇനി അടുത്ത സെക്ഷൻ 913, ദാറ്റ് ഈസ് സാലറി പേയബിൾ ബൈ ദ ഗവൺമെൻറ് ടു ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ ഇന്ത്യൻ നാഷണൽ ഫോർ സർവീസസ് റെൻറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ചെയ്യുന്ന സർവീസസിന് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പേഴ്സണ് കൊടുക്കുന്ന സാലറിയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണലോ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾ അലവൻസസ് ഓർ പെർക്വിസിറ്റ്സ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ ഗവൺമെൻറ് ആർ എക്സംപ്റ്റ്. ഇതിൽ വരുന്നത് സാലറിയുടെ കാര്യമാണ്. ബാക്കിയുള്ള എല്ലാ പെർക്വിസിറ്റ്സും അത് പെയ്ഡ് ബൈ ഗവൺമെൻറ് ആയിരിക്കണം, അത് എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, സെക്ഷൻ 913 പറയുന്നത് സാലറി പെയ്ഡ് ബൈ ഗവൺമെൻറ് ടു ഇന്ത്യൻ സിറ്റിസൺ ഓർ നാഷണൽ ഫോർ സർവീസസ് റെൻറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതുപോലെ തന്നെ പെർക്വിസിറ്റ്സ് എക്സംപ്റ്റ് ആണ്, അത് ഇതിൽ പെടില്ല. ഇനി അടുത്ത ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്നുള്ളത് സെക്ഷൻ 914 അത് ഡിവിഡൻഡ് പെയ്ഡ് ബൈ ഇന്ത്യൻ കമ്പനി ടു ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആർക്കെങ്കിലും ഡിവിഡൻഡ് പേ ചെയ്യുകയാണെങ്കിൽ അത് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. ഇനി അടുത്ത സെക്ഷൻ 915 അത് ഇൻട്രസ്റ്റ് പേയബിളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആരാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്? ഗവൺമെൻറ് ആകാം, റെസിഡൻ്റ് ആവാം, നോൺ റെസിഡൻ്റ് ആവാം. ഇന്ത്യൻ ഗവൺമെൻറ് ഒരു നോൺ റെസിഡൻറ്റിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ അത് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആകും. അതുപോലെ തന്നെ സെക്കൻഡ് കാറ്റഗറി റെസിഡൻ്റ് ആണെങ്കിൽ, റെസിഡൻറ്റ് ഒരു നോൺ റെസിഡൻറ്റിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ഡീം ടു അക്രൂ ഓർ അറൈസ് തന്നെയാകും. പക്ഷേ അതിലൊരു എക്സംഷൻ ഉണ്ട്, നമുക്കൊന്ന് വായിക്കാം. എക്സെപ്റ്റ് വെർ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് മണി ബോറോഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഏർണിംഗ് എനി ഇൻകം ഫ്രം എനി സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഈ ഒരു കേസിൽ റെസിഡൻറ്റ് നോൺ റെസിഡൻ്റെ കയ്യിൽ നിന്ന് മണി ബോറോ ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ റെസിഡൻറ്റ് ഒരു ഇൻട്രസ്റ്റ് നോൺ റെസിഡൻറ്റിന് പേ ചെയ്യുന്നു. ഇനി ഈ ഒരു മണി ബോറോ ചെയ്തിട്ട് റെസിഡൻറ്റ് അത് ഇന്ത്യക്ക് പുറത്ത് ഒരു ബിസിനസ് നടത്താനോ പ്രൊഫഷൻ നടത്താനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാനോ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് ഇതിൽ പെടില്ല. നമുക്കൊന്നുകൂടിയും പറഞ്ഞു നോക്കാം. ഒരു റെസിഡൻറ്റ് നോൺ റെസിഡൻ്റെ കയ്യിൽ നിന്ന് മണി ബോറോ ചെയ്യുകയാണ്, എന്നിട്ട് റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. ഇനി ആ ഒരു റെസിഡൻറ്റ് ഈ ഒരു മണി ബോറോഡ് ഉപയോഗിച്ചിട്ട് ഇന്ത്യക്ക് പുറത്ത് ബിസിനസ്സോ പ്രൊഫഷനോ നടത്തുകയോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാനാണ് ഈ മണി ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ resident to the non-resident ഈ ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് അണ്ടർ സെക്ഷൻ 915 വരില്ല. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഇൻകം നോക്കാം. അതായത് നോൺ റെസിഡൻറ്റ് തന്നെ നോൺ റെസിഡൻറ്റിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടിയും കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൊവൈഡഡ് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് മണി ബോറോഡ് ആൻഡ് യൂസ്ഡ് ഫോർ എ ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഔട്ട് ഇൻ ഇന്ത്യ ഷാൽ ബി ഇൻകം വിച്ച് ഈസ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ റെസിപ്പിയൻ. അതായത് ഒരു NR വേറൊരു NRന് മണി ഇൻട്രസ്റ്റ് പേ ചെയ്യാണ്. ഈ ഒരു കാറ്റഗറിയിൽ ഒരു നോൺ റെസിഡൻ്റ് ആണ് വേറൊരു നോൺ റെസിഡൻറ്റിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നോൺ റെസിഡൻറ്റ് മിസ്റ്റർ എക്സ് നോൺ റെസിഡൻറ്റ് മിസ്റ്റർ വൈക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. അതായത് നോൺ റെസിഡൻറ്റ് മിസ്റ്റർ എക്സ് വൈയിൽ നിന്ന് മണി ബോറോ ചെയ്യുന്നു, അതുകൊണ്ട് എക്സ് വൈക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് എക്സ് വൈക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്താണ് ആ കണ്ടീഷൻ? അതായത് ഈ കടം വാങ്ങിച്ച നോൺ റെസിഡൻറ്റ് ആ ഒരു കടം വാങ്ങിച്ച മണി ഉപയോഗിച്ചിട്ട് ഇന്ത്യക്ക് അകത്ത് ബിസിനസ്സോ പ്രൊഫഷനോ നടത്തണം. എന്നാൽ മാത്രമാണ് അതിന് വേണ്ടുന്ന ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ ഈസ് 916 റോയൽറ്റി പേയബിൾ. ഇൻട്രസ്റ്റ് പേയബിൾ പറഞ്ഞ പോലെ തന്നെയാണ് റോയൽറ്റി പേയബിളും. ഇതിലും 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പേയബിൾ ബൈ ഗവൺമെൻറ്, പേയബിൾ ബൈ റെസിഡൻറ്റ് ആൻഡ് പേയബിൾ ബൈ നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഒരു നോൺ റെസിഡൻറ്റിന് ഗവൺമെൻറ് റോയൽറ്റി പേ ചെയ്യുകയാണെങ്കിൽ അത് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആകും. ഇനി അടുത്തത് ഒരു നോൺ റെസിഡൻറ്റിന് ഒരു റെസിഡൻ്റ് ആണ് റോയൽറ്റി പേ ചെയ്യുന്നത്. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എക്സെപ്റ്റ് വെർ ഇറ്റ് ഈസ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എനി റൈറ്റ് ഓർ ഇൻഫർമേഷൻ ഓർ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഏർണിംഗ് എനി ഇൻകം ഫ്രം എനി സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് പുറത്തൊരു ബിസിനസ് നടത്താനോ അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്താനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊരു ഇൻകം വേറൊരു സോഴ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാനോ ആയിട്ട് ഈ ഒരു റൈറ്റ് ഓർ ഇൻഫർമേഷൻ ഓർ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പേ ചെയ്യുന്ന റോയൽറ്റി ഈ
ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന കാറ്റഗറിയിൽ വരില്ല. ഓക്കെ, ഇനി പറയുന്നത് നോൺ റെസിഡൻറ്റിന് വേറൊരു നോൺ റെസിഡൻറ്റ് റോയൽറ്റി പേ ചെയ്യുന്ന കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഒരു നോൺ റെസിഡൻറ്റിന് വേറൊരു നോൺ റെസിഡൻറ്റ് റോയൽറ്റി പേ ചെയ്യുന്നതാണ്. പ്രൊവൈഡഡ് റോയൽറ്റി ഈസ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എനി റൈറ്റ് ഓർ ഇൻഫർമേഷൻ ഓർ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ഇൻ ഇന്ത്യ ഓർ ഏർണിംഗ് എനി ഇൻകം ഫ്രം എനി സോഴ്സ് ഇൻ ഇന്ത്യ ഷാൽ ബി ഇൻകം വിച്ച് ഇസ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ റെസിപ്പിയൻറ്റ്. അതായത് ഒരു നോൺ റെസിഡൻറ്റ് വേറൊരു നോൺ റെസിഡൻറ്റ് റോയൽറ്റി പേ ചെയ്യാണ്. എന്തിനാണ് പേ ചെയ്യുന്നത്? ഫോർ എ റൈറ്റ് ഓർ ഇൻഫർമേഷൻ ഓർ പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ബിസിനസ് നടത്താനോ പ്രൊഫഷൻ നടത്താനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊരു ഇൻകം ഒരു സോഴ്സിൽ നിന്ന് ഏൺ ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൈറ്റ് ഓർ ഇൻഫർമേഷൻ ഓർ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു റോയൽറ്റി പേ ചെയ്യുന്നതെങ്കിൽ അത് ആണ് ഈ സെക്ഷൻ 916 വരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് 916 ആണ് റോയൽറ്റി പേയബിൾ. ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് അടയ്ക്കുന്ന റോയൽറ്റി ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ തന്നെയാണ്. ഇനി റെസിഡൻ്റ് ആണ് നോൺ റെസിഡൻറ്റിന് പേ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓർ റൈറ്റ് ഉപയോഗിക്കുന്നത് പുറത്താണെങ്കിൽ, അതായത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ റോയൽറ്റി പേയബിൾ ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആവില്ല. ഇനി ഒരു നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ആ ഒരു റോയൽറ്റി പേ ചെയ്യുന്നത് ടു അക്വയർ റൈറ്റ് ഓർ ഇൻഫർമേഷൻ ഓർ പ്രോപ്പർട്ടി ടു ബി യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻ ഇന്ത്യ ഓർ ഏർണിംഗ് എനി ഇൻകം ഫ്രം സോഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഒരു ബിസിനസ് നടത്താനോ പ്രൊഫഷൻ നടത്താനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഏൺ ചെയ്യാനോ വേണ്ടിയിട്ട് റോയൽറ്റി അടയ്ക്കുകയാണെങ്കിലാണ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സെക്ഷൻ 916 കഴിഞ്ഞു. അപ്പോൾ 916 915 ഒക്കെ ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 917 ആണ്. അപ്പോൾ 917 പറയുന്നത് ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് പേയബിൾ ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ്റും റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റാണ് ഒരു നോൺ റെസിഡൻറ്റിന് ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ് പേ ചെയ്യുന്നതെങ്കിൽ അത് ഡീം ടു അക്രൂ അറൈസ് ഇൻ ഇന്ത്യയിൽ വരുന്നു. ഇനി ഒരു റെസിഡൻ്റ് ആണ് നോൺ റെസിഡൻറ്റിന് FTS അടയ്ക്കുന്നത്. FTS എന്നാണ് ഈ ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരു റെസിഡൻ്റ് ആണ് നോൺ റെസിഡൻറ്റിന് FTS അടയ്ക്കുന്നതെങ്കിൽ അതും ഡീം ടു അക്രൂ അറൈസ് ഇൻ ഇന്ത്യയിൽ വരും. എക്സെപ്റ്റ് വെർ സർവീസസ് വെർ യൂട്ടിലൈസ്ഡ് ഫോർ എ ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാരിഡ് ഓൺ ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ഏർണിംഗ് എനി ഇൻകം ഫ്രം എനി സോഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് പുറത്ത് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ നടത്താനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിന്ന് വേറൊരു സോഴ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാനോ വേണ്ടിയിട്ട് ആ ഒരു സർവീസ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒരു റെസിഡൻറ്റ് പേ ചെയ്യുന്ന ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് ടു ദ നോൺ റെസിഡൻറ്റ് ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഫ്രം ഇന്ത്യയിൽ ഉൾപ്പെടുത്തില്ല. ഇനി നോൺ റെസിഡൻറ്റ് വേറൊരു നോൺ റെസിഡൻറ്റിന് ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് പേ ചെയ്യുന്നു എങ്കിൽ provided fee is payable in respect of services for a business or profession carried on in India or earning any income from any source in India shall be income which is deemed to accrue or arise in India in the hands of recipient. അതായത് ഒരു നോൺ റെസിഡൻറ്റ് വേറൊരു നോൺ റെസിഡൻറ്റിന് FTS അടയ്ക്കുന്നു, പക്ഷേ ആ ഒരു FTS ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ FTS അടയ്ക്കുന്നത് ഇൻ റെസ്പെക്ട് ഓഫ് സർവീസസ് ഓഫ് പ്രൊഫഷൻ ഓർ ബിസിനസ് ക്യാരിഡ് ഓൺ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ബിസിനസ്സോ പ്രൊഫഷനോ നടത്താനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു സോഴ്സിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാനോ വേണ്ടിയിട്ടാണ് ആ ഒരു സർവീസ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് ഒരു നോൺ റെസിഡൻറ്റ് മറ്റേ നോൺ റെസിഡൻറ്റിന് അടയ്ക്കുന്നത് എങ്കിൽ മാത്രമാണ് അത് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന കാറ്റഗറിയിലേക്ക് വരുള്ളൂ. അങ്ങനെ സെക്ഷൻ 915 916 917 നമ്മൾ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗവൺമെൻറ് ആണ് അതൊരു നോൺ റെസിഡൻറ്റിന് അടയ്ക്കുന്നതെങ്കിൽ, അതായത് ഇൻട്രസ്റ്റോ റോയൽറ്റിയോ അല്ലെങ്കിൽ FTSO അടയ്ക്കുന്നതെങ്കിൽ അത് ഗവൺമെൻറ് ആണ് അടയ്ക്കുന്നതെങ്കിൽ അത് ഇൻകം ഡീം ടു അക്രൂ അറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് വരും. ഇനി ഒരു റെസിഡൻ്റ് ആണ് നോൺ റെസിഡൻറ്റിന് ഈ കാറ്റഗറീസ് ഓഫ് ഇൻകം അടയ്ക്കുന്നതെങ്കിൽ അത് ഒരു എക്സെപ്ഷൻ സിറ്റുവേഷൻ ഉണ്ട്. അതായത് ആ ഒരു ഫീസ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ റോയൽറ്റി അടയ്ക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് ഫോർ സർവീസസ് ടു ഏൺ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു കാറ്റഗറി ഈ ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഉൾപ്പെടുത്തില്ല. ഇനി ഒരു നോൺ റെസിഡൻ്റ് ആണ് നോൺ റെസിഡൻറ്റിന് ഈ ഇൻട്രസ്റ്റോ റോയൽറ്റിയോ FTSO അടയ്ക്കുന്നതെങ്കിൽ അത് ഇന്ത്യക്കുള്ളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമാണ് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അടുത്ത സെക്ഷൻ 918 ആണ്. സം പെയ്ഡ് ബൈ റെസിഡൻറ്റ് ടു നോൺ കോർപ്പറേറ്റ് NR ഓർ ഫോറിൻ കമ്പനി. അതായത് ഒരു റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് നോൺ റെസിഡൻറ്റിനോ അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്കോ സം പേ ചെയ്യുകയാണെങ്കിൽ അത് ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആയിട്ട് വരും. അതായത് ഒരു സം ഓഫ് മണി വിത്തൗട്ട് ആഡ്വക്കേറ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ ഒരു നോൺ റെസിഡൻറ്റിനോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനിക്കോ ഒരു റെസിഡൻറ്റ് കൊടുക്കുകയാണ്, അതും ഓണർ ആഫ്റ്റർ 5/7/2019 വിച്ച് ഈസ് ടാക്സബിൾ അണ്ടർ സെക്ഷൻ 56(2)(10) ഇതിൽ വരികയാണെങ്കിലാണ് ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്നുള്ള കാറ്റഗറിയിലേക്ക് ഇത് വരുള്ളൂ. നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഒക്കെ നോക്കി. ഇനി നെക്സ്റ്റ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ്, അതായത് HUF ഉണ്ട്, ഫേം ഉണ്ട്, AOP ഉണ്ട്, കമ്പനി, അങ്ങനെ ബാക്കിയുള്ള കാറ്റഗറീസ് ഓഫ് പേഴ്സൺസിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടി എങ്ങനെയാണ് നോക്കണമെന്ന് നോക്കാം. അപ്പോൾ HUF, ഫേം, AOP അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ can be considered as resident if control or management of affairs is wholly or partly in India. അപ്പോൾ HUF, ഫേം, AOP അല്ലെങ്കിൽ അതർ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ് അവരൊക്കെ റെസിഡൻ്റ് ആവണമെങ്കിൽ അവരുടെ കൺട്രോൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിലായിരിക്കണം, എങ്കിലാണ് അവർ റെസിഡൻ്റായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു HUF ROR ആണോ RNOR ആണോ എന്ന് നമുക്കറിയണമെങ്കിൽ അത് കർത്തയുടെ സ്റ്റാറ്റസിൻ്റെ ബേസിസിലാണ്. അതായത് കർത്ത ഒരു ROR ആണെങ്കിൽ HUF ROR, കർത്ത RNOR ആണെങ്കിൽ HUF RNOR എന്നുള്ള ബേസിസിലാണ് അത് കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനി എപ്പോഴും റെസിഡൻ്റ് ആണ്, ഓൾവേസ് റെസിഡൻ്റ് ആണ്. പക്ഷേ അത് കമ്പനിയാണെങ്കിൽ, അതായത് ഇന്ത്യൻ കമ്പനി അല്ലാത്തൊരു കമ്പനിയാണെങ്കിൽ അത് ഒരു റെസിഡൻ്റ് ആവണമെങ്കിൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് അതായത് പോയം ഇൻ ഇന്ത്യ ആണെങ്കിൽ മാത്രമാണ് ഒരു ഇന്ത്യൻ കമ്പനി അല്ലാത്ത കമ്പനി റെസിഡൻ്റ് ആവുള്ളൂ. പോയം അല്ലെങ്കിൽ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണോ ആ ഒരു ബിസിനസ്സിൻ്റെ ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നത് ആ ഒരു സ്ഥലമാണ് പോയം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലായാലാണ് ഒരു അതർ ദാൻ ഇന്ത്യൻ കമ്പനി റെസിഡൻറ്റ് ഇന്ത്യ ആവുള്ളൂ. അങ്ങനെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം നമ്മളൊരു ക്വിക്ക് റിവിഷൻ പോലെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബേസിസിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയും ചെയ്യാം.